പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് കർണാമൃതത്തിൽ ഒരു പ്രഭാഷണമാണ്. ശുദ്ധ ഭക്തിയെക്കുറിച്ച് ഒരു പ്രഭാഷണം. അത് നമ്മളിലേക്ക് എത്തിക്കുവാനായി ചാനലിലേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മ പാർവതി അമ്മയാണ്. പാർവതി അമ്മയെ ഞാൻ ചാനലിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും പ്രഭാഷണം കേൾക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗണേശ്വരായ നമ. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പാർവതി നേത്യാർ, ഒറ്റപ്പാലം. ഞാൻ ഇന്നിവിടെ പറയുന്നത് പ്രഭാഷണമാണോ അതോ കഥയാണോ എന്നൊരു സംശയമുണ്ടായിരിക്കും. പ്രഭാഷണം എന്ന് പറയാനാണ് കൂടുതൽ അനുയോജ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശുദ്ധഭക്തി എന്നാണ് എൻ്റെ വിഷയം. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയശ്ചതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനാ. യാതൊരുവൻ ഭക്തിയോടുകൂടി ഇല, പൂവ്, ഫലം, ജലം എന്നിവ എനിക്കായി നിവേദിക്കുന്നുവോ ശുദ്ധചിത്തനായ അവനാൽ ഭക്തിയോട് സമർപ്പിക്കപ്പെട്ട അവയെ ഞാൻ സ്വീകരിക്കുന്നു. ഭഗവത്ഗീതയിലെ വാചകമാണ്. ഒരു ഭക്തന്റെ ഭാവന എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു ശ്ലോകമാണിത്. ഇവിടെ പറയുന്നത് പോലെ ഇലയും പൂവും കായ്കനികളും വെള്ളവുമാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്ന ഒരു വിധിയല്ല ഈ ഉപദേശത്തിലുള്ളത്. മറിച്ച് നമ്മൾ എന്തു നിവേദിക്കുന്നു, എത്ര മൂല്യമുള്ള വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കുന്നു എന്നതല്ല പ്രധാനം, നമ്മുടെ മനോഭാവമാണ് മുഖ്യം എന്നാണ്. നിവേദ്യം എത്ര വിലയേറിയതാണെങ്കിലും അല്ലെങ്കിൽ എത്ര നിസ്സാരമാണെങ്കിലും അതിലെ ഭക്തിയുടെ അംശമാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. ആ പ്രേമഭക്തിക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ മൂല്യം കൽപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ മനസ്സാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത്. മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന പല വസ്തുക്കൾ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. പായസവും മറ്റു മധുര പലഹാരങ്ങളും പൊതുവെ നമുക്കെല്ലാം ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു മനോഹരമായ പുഷ്പം കണ്ടാൽ ആകർഷിക്കപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവുമോ? ഇല്ല. പണവും സ്വർണവുമാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അങ്ങനെ വരിഞ്ഞു കെട്ടുന്നവയാണ്. ഇങ്ങനെ മനസ്സിനെ ശക്തമായി ബന്ധിക്കുന്ന വസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ അത് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിന് തുല്യമാണ്. കൂടാതെ ഇത്തരം സമർപ്പണത്തിലൂടെ ഓരോന്നിലുമുള്ള നമ്മുടെ മനസ്സിൻ്റെ ബന്ധനത്തിന് കുറച്ചൊക്കെ ഒരയവും വരും. അപ്പോൾ ഈശ്വരനിൽ മനസ്സുറപ്പിക്കാനും നമ്മുടെ ആത്മീയ പുരോഗതിക്കും അത് സഹായമാവുകയും ചെയ്യും. സാധാരണ ക്ഷേത്രത്തിലും മറ്റും ഒരു പൂജകൻ പൂജ ചെയ്യുമ്പോൾ ധൂപദീപങ്ങളും പുഷ്പവും വെള്ളവും പഴവും മറ്റുമാണ് പൂജയ്ക്ക് ഉപയോഗിക്കാറ്. ഇവയെല്ലാം തന്നെ തൻ്റെ ശരീരം ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങളാണ്. അവിടെ പുഷ്പം ആകാശതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ധൂപം പൃഥ്വി തത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ തന്നെ ഭഗവാനെ സമർപ്പിക്കുന്ന ആ ഭാവം അങ്ങോട്ട് വരുന്നു. കൂടാതെ ഈശ്വര സൃഷ്ടമായ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമായിട്ട് ഈശ്വരൻ്റേതല്ലാത്ത ഏതാണുള്ളത്? യാതൊന്നും സമർപ്പിക്കാനായി നമ്മുടെ കയ്യിലില്ലല്ലോ. ആ ഒരു തിരിച്ചറിവും നമുക്കുണ്ടാകുന്നു. ഇപ്പോൾ അച്ഛൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അച്ഛന് തന്നെ പിറന്നാൾ സമ്മാനം വാങ്ങിക്കൊടുക്കുന്ന മകൻ്റെ ഭാവമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. എല്ലാം ഈശ്വരൻ്റേതാണ്, തൻ്റേതായിട്ട് ഒന്നുമില്ല. ഈ മനോഭാവമാണ് സത്യത്തിൽ നമുക്കുണ്ടാകേണ്ടതും. ആ ഒരു നിർമ്മലതയാണ് നമുക്ക് വരേണ്ടത്. ഇപ്പോൾ നോക്കി നോക്കൂ, രാമായണത്തിലെ ശബരിയെ നമുക്ക് പരിചയമുണ്ട്. ശ്രീരാമചന്ദ്രൻ്റെ വരവും കാത്ത് തൻ്റെ കുടിൽ സജ്ജമാക്കി അലങ്കരിച്ച് അനേക നാൾ കാത്തിരുന്ന് ഒടുവിൽ ശ്രീരാമൻ എത്തിയപ്പോൾ ആ ഭക്തി പാരവശ്യത്തിൽ അവരെല്ലാ ആചാര നിയമങ്ങളും മറക്കുകയാണ്. ഭഗവാനായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന കാട്ടുപഴങ്ങൾ ഒന്നൊന്നായി സ്വയം കടിച്ചു നോക്കിയിട്ടാണ് അവർ മധുരമുള്ളതാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത്, അല്ലേ? അത് എന്നിട്ട് ഭഗവാന് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അടുത്തു നിന്ന ലക്ഷ്മണന് ഇത് തീരെ പിടിച്ചില്ലെങ്കിലും ഭഗവാൻ ആ പഴങ്ങളെല്ലാം ആസ്വദിച്ചു കഴിച്ചു. നിഷ്കളങ്കതയ്ക്കും ഭക്തിക്കും മുന്നില് നിയമങ്ങൾ വഴിമാറിക്കൊടുക്കും. അവിടെ ഭഗവാൻ സ്വീകരിച്ചത് ശബരിയുടെ ആ മധുരമായ ഹൃദയത്തെയാണ്. ദൂതനായിട്ട് ഹസ്തിനപുരത്തിലെത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുന്നറിയിപ്പും ഇല്ലാതെയാണ് വിതുരഗൃഹത്തിൽ പ്രവേശിച്ചത്. ഭഗവാന്റെ അവിചാരിതമായുള്ള ആ വരവിലെല്ലാം മറന്ന വിതുരപത്നി എന്താ ചെയ്തത്? ഭഗവാനെ സ്വീകരിച്ചിരുത്തിയെങ്കിലും ഒടുവിൽ ഭഗവാന് നിവേദ്യമായി പഴം കളഞ്ഞിട്ട് പഴത്തൊലി നൽകിയതായിട്ട് പറയുന്നു. എന്നാൽ ഭഗവാൻ അത് പ്രേമപൂർവം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഭക്തിയുടെ നിറവിൽ ശരിയും തെറ്റൊന്നുമില്ല. അവിടെ നിഷ്കളങ്കമായ ഭക്തി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നിർമ്മലമായ മനസ്സാണ് ഭഗവാന് പ്രിയപ്പെട്ടത്. കാട്ടുജാതിക്കാരനായ ഒരു കണ്ണപ്പൻ്റെ കഥ ഞാനിവിടെ പറയുകയാണ്. നിഷ്കളങ്ക ഭക്തിയുടെ മകുട ഉദാഹരണമാണ് അത്. വേട്ടയ്ക്കിടയിലാണ് കണ്ണപ്പൻ ഒരു ശിവലിംഗത്തെ കണ്ടെത്തിയത്. തനിക്കറിയാവുന്ന രീതിയിൽ അതിനെ പൂജ ചെയ്ത് ആരാധിച്ചു. സ്വന്തം വായിൽ വെള്ളം നിറച്ച് അതുകൊണ്ട് അഭിഷേകം ചെയ്തു. വേട്ടയാടി കിട്ടിയ പക്ഷി മൃഗാദികളുടെ മാംസം ഭഗവാന് നിവേദിച്ചു. നിഷ്കളങ്ക ഭക്തിയുടെ ഭാവങ്ങൾ ഏതു തരത്തിലായാലും അത് ഭഗവാന് സ്വീകാര്യമാണ്. അവിടെ ശുദ്ധിയുമില്ല അശുദ്ധിയുമില്ല. ഒരിക്കൽ കണ്ണപ്പൻ്റെ ഭക്തിയെ ഭഗവാൻ പരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഭഗവാന്റെ ഒരു കണ്ണിലൂടെ രക്തം വാർന്നൊഴുകുന്നതായിട്ടും കണ്ണുനീർ വാർക്കുന്നതായിട്ടും കാണപ്പെട്ടു. ഭഗവാന് ഒരു കണ്ണ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ സ്വന്തം കണ്ണ് തന്നെ ചൂന്നെടുത്ത് ഭഗവാന്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് വെച്ചു കൊടുത്തു കണ്ണപ്പൻ. അപ്പോഴാണ് ഭഗവാന്റെ മറ്റേ കണ്ണുന്നതാ രക്തം ഒലിക്കുന്നു. തൻ്റെ രണ്ടാമത്തെ കണ്ണും ഭഗവാന് സമർപ്പിക്കാൻ കണ്ണപ്പൻ തയ്യാറായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. തൻ്റെ രണ്ടാമത്തെ കണ്ണും ചുഴിഞ്ഞെടുത്താൽ അത് കൃത്യമായി ഭഗവാന്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് എങ്ങനെ വെച്ചു കൊടുക്കും? രണ്ട് കണ്ണും ഇല്ലാത്ത താൻ അതെങ്ങനെ ചെയ്യും? കണ്ണപ്പൻ അതിനും ഒരു ഉപായം കണ്ടെത്തി. എന്താണ്? ഒരു കാലുകൊണ്ട് ഭഗവാന്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് ചവിട്ടി പിടിച്ചു. രണ്ടാമത്തെ കണ്ണും ഭഗവാന് സമർപ്പിക്കാൻ അങ്ങോട്ട് മുതിർന്നു. എന്നാൽ അപ്പോഴേക്കും കണ്ണപ്പൻ്റെ അചഞ്ചലമായ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ അത് വിലക്കുകയും രണ്ട് കണ്ണിൻ്റെയും കാഴ്ച തിരികെ കൊടുക്കുകയും ചെയ്തു. അപ്പം നിഷ്കളങ്ക ഭക്തിയിൽ ആചാര നിയമങ്ങളും മറ്റും അപ്രസക്തമാണ്. ഭഗവാൻ അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ആ നിയമങ്ങൾക്കൊക്കെ അതീതമാണ് പ്രേമഭക്തി. ഒരു ഭക്തന്റെ ഭാവനയെ മറ്റുള്ളവർ തിരിച്ചറിയാൻ പ്രയാസമാണ്. അത് ഭഗവാന് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഭക്തിഭാവത്തെ വിലയിരുത്താൻ നമ്മൾ ശ്രമിക്കുന്നത് ശരിയല്ല. അതേസമയം നമ്മൾ ഓരോരുത്തരും ബാഹ്യമായ ആചാരങ്ങളിൽ കുടുങ്ങിപ്പോകാതെ സാത്വിക ചിന്തകൾക്കും ഹൃദയശുദ്ധിക്കും പ്രാധാന്യം കൊടുക്കണം. അതാണ് ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും. സത്യത്തിൽ മനസ്സിന് പരിശുദ്ധിയും നിർമ്മലതയും ഒക്കെ വരാനാണ് ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പറയുന്നത്. എന്നാൽ ആ ലക്ഷ്യങ്ങളൊക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ട് യാന്ത്രികമായ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇപ്പതാ കോവിലിലേറെ പ്രദക്ഷിണം ചെയ്തിട്ട വാതിലിൽ നിന്നുകൊണ്ട് മാറെന്നോതി പിച്ചക്കാരെ ചവിട്ടുന്ന ഭാവം, അത് സത്യത്തിൽ പറഞ്ഞെന്താ വിചിത്രല്ലേ? പ്രദക്ഷിണം കുറേ വെച്ചിരിക്കുന്നുണ്ട്, എന്നിട്ട് മാറെന്നും പറഞ്ഞ് അവിടെയുള്ള പിച്ചക്കാരെ ആട്ടി ഓടിക്കുകയാണ്. തത്വം അറിയാതെയുള്ള ആചാരങ്ങൾ കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ ഒരു കാര്യമില്ല. അതെല്ലാം ആത്മശുദ്ധിയും വിനയവും വളർത്താൻ ഉപകരിക്കണം. അപ്പോഴേ അതിന് വെല്ലുള്ളൂ. അപ്പോഴാണ് ആ ആചാരാനുഷ്ഠാനങ്ങളും ശാസ്ത്രാധ്യയനം മറ്റും സാർത്ഥകമാകുന്നതും. നമ്മൾ ക്ഷേത്രത്തിലേക്കും മറ്റും ദാനം ചെയ്യുമ്പോഴും ഇതേ ഭാവന വളർത്താൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് അഭികാമ്യം. ട്യൂബ് ലൈറ്റിൽ ദാതാവിൻ്റെ പേര് വളരെ വലിയ അക്ഷരത്തിൽ എഴുതിയാൽ അതിൻ്റെ പ്രകാശം വളരെ കുറച്ചല്ലേ പുറത്തേക്ക് വരൂ. അങ്ങനെയുള്ള ദാനം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മറിച്ച് അധികം കുട്ടിഘോഷിക്കാതെ ദാനത്തിൻ്റെ പിന്നിലെ തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ അതായിരിക്കും ശരിയായ ദാനം. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ആന്തരിക ശുദ്ധിക്കും ആത്മീയ വളർച്ചയ്ക്കും ഉപകാരമായി തീരുന്നത്. അന്ധക്കരണ ശുദ്ധിയും ആധ്യാത്മിക പുരോഗതിക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള അനുഷ്ഠാനങ്ങളും പൂജാതി കർമ്മങ്ങളും ദാനധർമ്മങ്ങളും നമുക്ക് അനുവർത്തിച്ചുകൊണ്ടേയിരിക്കാം. അവയൊക്കെ നമ്മുടെ ചിത്തശുദ്ധിക്ക് ഉപകരിക്കട്ടെ. അങ്ങനെ ഭഗവത് പ്രീതിക്ക് നമ്മൾ പാത്രമാകട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വിഷയം, എന്നാൽ അതിൽ വലിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതിവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും
ഭഗവത് ഭക്തി മനസ്സിൽ നിറഞ്ഞു തുളുമ്പട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പാർവതി നേത്യാർ, ഒറ്റപ്പാലം.